കോഴിക്കോട് ബീച്ചിന് മൊഞ്ചേറുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടെ കോഴിക്കോട് ബീച്ചിൽ ന്യൂജൻ ഫുഡ് സ്ട്രീറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു. പഴഞ്ചൻ തട്ടുകടകൾ ഒഴിവാക്കി പകരം ഒരേ മാതൃകയിലുള്ള 90 തട്ടുകടകളാണ് പുതുതായി ഒരുങ്ങിയിരിക്കുന്നത്. രുചിവൈവിധ്യങ്ങൾക്ക് പേരുകേട്ട കോഴിക്കോട്, അവിടെ പുതിയ ഭക്ഷണ സംസ്കാരം പരിചയപ്പെടുത്തുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. വൈകുന്നേരങ്ങളിലെ ചായയും ഉപ്പിലിട്ടതുമൊക്കെ കഴിക്കാനായി കോഴിക്കോട് ന്യൂജൻ തട്ടുകടകൾ തയ്യാറായി കഴിഞ്ഞു. കടൽക്കാറ്റേറ്റ് കിസ പറഞ്ഞ് ഇനി നല്ല അടിപൊളി വൈബിൽ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഭക്ഷണങ്ങൾ കഴിക്കാം. മനോഹരമായ 90 തട്ടുകടകളാണ് ബീച്ചിലെ ഭക്ഷണത്തെരുവിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ബീച്ചിൽ നിലവിൽ തെരുവ് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെയാണ് ഈ ഭക്ഷണത്തെരുവിലേക്ക് കോർപ്പറേഷൻ പുനരധിവസിപ്പിക്കുന്നത്. ബീച്ചിൻ്റെ സൗന്ദര്യം തന്നെ അതിൻ്റെ ഇത് തന്നെ മാറി, ഞങ്ങളെ തന്നെ മാറും. ഇപ്പം നമ്മളൊക്കെ ഇനി പാൻറ്റാവും, ഷർട്ടാവും, നല്ല തൊപ്പിയാവും. ഇനി എന്തായിരിക്കും, നമ്മൾക്ക് സൗന്ദര്യം കൂടും. ബീച്ചിലെ സൗന്ദര്യം കൂടുമ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരുടെ സൗന്ദര്യം കൂടും. അപ്പോൾ വരുന്ന നല്ല നല്ല ഫുഡുകളുണ്ടാവും, കറണ്ട്, വെള്ളം ഇതേമാതിരി ഇങ്ങനെ തുറന്ന് കിടക്കാത്തത് കൊണ്ട് നല്ല ഒന്നും കൂടി നല്ല ഉഷാറാവും, പബ്ലിക് കൂടും. ഓരോ കച്ചവടക്കാരും 3 ലക്ഷം രൂപ കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് തട്ടുകടകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായ ശുദ്ധജലം, വൈദ്യുതി, തട്ടുകട സ്ഥാപിക്കാനുള്ള അടിത്തറ, ബീച്ചിലെ വൈദ്യുതി അലങ്കാരങ്ങൾ എന്നിവയെല്ലാം കോർപ്പറേഷനാണ് ഒരുക്കിയത്. കടകൾ തന്നെ കണ്ടില്ലേ, കാരണം അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ കറണ്ടും വെള്ളമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗാനും കാര്യവും മറ്റേ ബീച്ചിൻ്റെ സൗന്ദര്യം നശിപ്പിക്കണമൊന്നും ഇവിടെ ഉണ്ടാവില്ല. ക്ലീനായിട്ട് കിടക്കുന്നതാണ് നമ്മളൊരു നിഗമനം. പിന്നെ അവർ പറഞ്ഞത് 24 hours കച്ചവടം ചെയ്യാമെന്നാണ്. അപ്പോൾ പിന്നെ നമുക്ക് അത് പൂട്ടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ, കോർപ്പറേഷൻ എന്നിവർ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.